പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വേദയുടെ അകമഴിഞ്ഞ പിന്തുണയോടെ ശ്രീ ഫ്രൂട്ട്സ് പ്രൊഡക്ട്സ് എന്ന പുതിയ സംരംഭം തുടക്കമാവുകയാണ്. ഇതിന്റെ സന്തോഷം ആ വീടാകെ അലയടിച്ചു. വിശ്വനും ശ്രീജയും തങ്ങളുടെ ജീവിതം കരകയറുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു. ഈ മാറ്റങ്ങൾക്ക് കാരണക്കാരിയായ വേദയോട് നന്ദി പറയാൻ വിക്രം മറന്നില്ല. അവൻ വേദിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് നന്ദി മാത്രമല്ല, മറിച്ച് ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ഭാരങ്ങൾ ഒഴിഞ്ഞുപോയതിൻ്റെ ആശ്വാസം കൂടിയായിരുന്നു. വേദയെ നന്ദിനിയേട്ടത്തിയുടെ കുത്തുവാക്കുകൾ കേട്ട് മടുത്തവരാണ് വിശ്വേട്ടനും ശ്രീജയേട്ടത്തിയും. അവരുടെ ആ വേദനകൾക്ക് ഒരു അവസാനമാവുകയാണ്. അവർക്ക് സ്വന്തമായ ഒരു വരുമാനം, അപ്പുമോളെ നല്ലൊരു സ്കൂളിലേക്ക് ചേർക്കണം എന്ന ആഗ്രഹം, ഇതെല്ലാം നടക്കാൻ പോകുന്നു. ഇനി അവർക്ക് ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരില്ല. വിക്രം വികാരഭരിതനായി പറഞ്ഞു. വിക്രമിൻ്റെ ഈ വാക്ക് കേട്ട് വേദയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എനിക്കറിയാം വിക്രം, അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിതെല്ലാം തന്നെ മുൻകൈയടിച്ച് ചെയ്തത്. ശ്രീജേടത്തി ഇനി വലിയൊരു ബിസിനസ്സുകാരിയാവണം. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും, വേദ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്നിട്ട് വിക്രമിനെ ഒന്ന് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ അവൾ കൂട്ടിച്ചേർത്തു. ഇതുപോലെ ഈ സ്വാമിക്കു വേണ്ട ഒരു മാറ്റമൊക്കെ, നിങ്ങളുടെ ഈ മുൻകോപവും വാശിയുമൊക്കെ മാറുന്ന ആ ദിവസമാണ് എൻ്റെ മനസ്സിലെ യഥാർത്ഥ സന്തോഷം. അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നും പോയി. വിക്രമിൻ്റെ മനസ്സിൽ ആ വാക്കുകൾ ഒരു കുളിർമഴ പോലെ പെയ്തിറങ്ങി. ഈ സന്തോഷം എന്നും നിലനിൽക്കണമേ എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഐശ്വര്യപൂർണമായ മുഹൂർത്തങ്ങളിൽ ശ്രീ ഫുഡ്സ് പ്രൊഡക്ട്സ് എന്ന സംരംഭത്തിന് തിരിതെളിഞ്ഞു. സുധാകരമാഷ നിലവിളിക്കിലെ ആദ്യ തിരി തെളിയിക്കുമ്പോൾ ആ മുഖത്ത് ചാരിതാർത്ഥ്യമുണ്ടായിരുന്നു. അദ്ദേഹം സ്നേഹത്തോടെ വേദയുടെ അരികിലേക്ക് വിളിച്ചു. മോളെ, നീയും കൂടി ഈ തിരി തെളിയിക്ക്, മാഷ് പറഞ്ഞു. വേദയുടെ കൈകളാൽ ആ വിളക്കിലെ നാളങ്ങൾ കൂടുതൽ ശോഭയോടെ കത്തുന്നതുപോലെ എല്ലാവർക്കും തോന്നി. എന്നാൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് അസൂയയുടെ കനലുമായി ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, നന്ദിനിയേട്ടത്തി. ഈ സംരംഭം എങ്ങനെയെങ്കിലും തകർന്നു പോവണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. പൂജ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ നന്ദിനി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷേ അച്ചമ്മയുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല. നന്ദിനി, നീ എങ്ങോട്ടായി ഒളിച്ചോടുന്നത്? ഇങ്ങോട്ട് വാ. അച്ചമ്മയുടെ ശബ്ദം അവിടെ മുഴങ്ങി. ഇനി ഇവിടെ എല്ലാവരും പണിയെടുക്കണം. വേദക്ക് ഓഫീസിൽ പോകണം, അവൾ പോട്ടെ. ബാക്കിയുള്ളവർ കൂടി ഇവിടെ കൂടണം. വിക്രമും വിനായകനും വിശ്വനും ചേർന്ന് ധാന്യങ്ങളൊക്കെ പൊടിക്കട്ടെ. ഞാനും ശ്രീജയും കമലവും പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കും. നന്ദിനി അവിടെ വെറുതെ നിൽക്കണ്ട, അവൾ അരക്കാനുള്ളതൊക്കെ അരച്ചു തരട്ടെ. പോയി അമ്മിക്കല്ലിൻ്റെ അടുത്തിരിക്ക്. അച്ചമ്മയുടെ കൽപ്പന കേട്ട് നന്ദിനി ആകെ ഞെട്ടിപ്പോയി. എന്ത്? ഞാനോ? ഞാൻ അരക്കാനോ? എനിക്കിതൊന്നും ശീലമില്ല അച്ചമ്മേ, എനിക്ക് വയ്യ. നന്ദിനി ഒഴിഞ്ഞു മാറാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അച്ചമ്മ വിട്ടില്ല. ശീലമില്ലെങ്കിൽ ശീലമാക്കണം. വെറുതെ ഇരിക്കാൻ ഇപ്പോൾ ഇവിടെ ആർക്കും അവകാശമില്ല, അച്ചമ്മ തീർത്തും പറഞ്ഞു. ഗത്യന്തരമില്ലാതെ മുഖം വീർപ്പിച്ച് നന്ദിനി അമ്മിക്കല്ലിൻ്റെ മുന്നിലേക്ക് പോയി അരക്കാൻ തുടങ്ങി. വിക്രമും വിശ്വയും വിനായകനും അവരെ നോക്കി ചിരി അടക്കാൻ പാടുപെട്ടു. നന്ദിനി വിനായകനെ രൂക്ഷമായി നോക്കിയെങ്കിലും സ്വന്തം വിധിയോർത്തുകൊണ്ട് തന്നെ അവർക്കവിടെ ഇരിക്കാനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ആ വീട് ഒരു ഉത്സവപ്പറമ്പ് പോലെയായി. എല്ലാവരും ചേർന്ന് അപ്പങ്ങളും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിതരണം നടത്തി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം തന്നെ അന്ന് തന്നെ വിറ്റുതീർന്നു. ആ വിജയത്തിൻ്റെ മധുരം പങ്കിടാൻ അവർ ഒരു കേക്ക് മുറിച്ചു. രാത്രിയിൽ എല്ലാവരും ഒത്തുകൂടി കളിയും ചിരിയും തമാശകളുമായിട്ട് ആ വീട് എല്ലാം സ്വർഗ്ഗതുല്യമായി മാറി. ആ രാത്രിയിലെ സന്തോഷത്തിനിടയിലും വിക്രം വീണ്ടും ചിന്തയിലായിരുന്നു. ഇതിനെല്ലാം കാരണം വേദയാണെന്ന സത്യം അവൻ തിരിച്ചറിയുകയായിരുന്നു. മാഷും കമലമ്മയും മകൻ്റെ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. മാഷേ, ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല. പണ്ടത്തെ ആ സന്തോഷം തിരികെ വരുന്നുണ്ടല്ലേ? കമല ചോദിച്ചു. ശ്രീജയ്ക്കു മാത്രമല്ല, വിശ്വനും വിക്രമനും എല്ലാവർക്കും മാറ്റങ്ങൾ വരുന്നുണ്ട്. വേദ അവനെ മാറ്റിയെടുക്കും, കമല പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്നാൽ സുധാകര മാഷ് അപ്പോഴും അല്പം ആശങ്കയിലായിരുന്നു. താൻ അധികം മോഹിക്കേണ്ട കമലെ, അവൻ്റെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം. എനിക്ക് വിഷമം വേദയെ ഓർത്തുകൊണ്ടാണ്. അവൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് മാഷ് നെടുവീർപ്പിട്ടു. എന്നാൽ വേദ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ വിക്രമിൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പോൾ വീട്ടിലെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങളും ഇവിടെ വെറുതെ ഇരിക്കണ്ട. അച്ഛൻ്റെ കൂടെ പറമ്പിലേക്ക് പോയിക്കൂടെ നിങ്ങൾക്ക്? കൃഷിപ്പണിയിൽ അച്ഛനെ നിങ്ങൾക്കൊന്ന് സഹായിച്ചൂടെ? വേദ ചോദിച്ചു. വിക്രം സംശയത്തോടെ അവളെ നോക്കി. അച്ഛൻ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാറില്ല, പിന്നെ എങ്ങനെയാ ഞാൻ? അതൊക്കെ പഴയ കഥ. നമുക്കിന്നേതായാലും ക്ഷേത്രത്തിലേക്ക് പോയി വന്നിട്ട് പറമ്പിലേക്ക് പോവാം. പണ്ട് അച്ഛൻ്റെ കൂടെ നടന്നിരുന്ന ആ വിക്രമാവാൻ ശ്രമിക്കൂ, വേദ അവനെ നിർബന്ധിച്ചു. വിക്രമിൻ്റെ മനസ്സിലും പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഉണർന്ന് അവൻ സമ്മതിച്ചു. അങ്ങനെ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് അവർ പറമ്പിലെത്തി. പച്ച പിടിച്ച കൃഷിയിടങ്ങളും വിക്രമിൻ്റെ പഴയ ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ മണ്ണിലേക്ക് ഇറങ്ങി.
തൂമ്പയെടുത്ത് കിളക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ സുധാകരൻ മാഷ് ആ കാഴ്ചയും കണ്ട് അങ്ങോട്ടേക്ക് വന്നു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ മണ്ണിൽ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം മെല്ലെ വിക്രമിനടുത്തേക്ക് ചെന്നു. അങ്ങനെയല്ല വിക്രം, കുറച്ചുകൂടി ആഴത്തിൽ വെട്ടണം, എന്നാലേ വെള്ളം തടം കെട്ടി നിൽക്കുള്ളൂ, മാഷ് ശാന്തമായി പറഞ്ഞു കൊടുത്തു. അച്ഛൻ്റെ ശബ്ദം കേട്ട് വിക്രം ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വിക്രം ചെയ്തു. ഇത് കണ്ട് ദൂരെ മാറി നിൽക്കുകയായിരുന്ന വേദയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അച്ഛനും മകനും തമ്മിലുള്ള മഞ്ഞൊരുകുന്നത് കണ്ട് കമലമ്മയും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ആ കാഴ്ച കണ്ട് കമലമ്മയുടെ മനസ്സ് നിറഞ്ഞു. തിരികെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം കാര്യങ്ങളറിഞ്ഞ അച്ഛമ്മക്കും സന്തോഷം തോന്നി. വിക്രമിൻ്റെയും വേദയുടെയും ജീവിതം നേരെയാവാൻ തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇതൊക്കെ കണ്ട് അസൂയ പൂണ്ട് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ശ്രമിച്ചു. പക്ഷേ അച്ഛമ്മ കൈയോടെ പിടികൂടി നാണം കെടുത്തി വിട്ടു. രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് വിക്രമിൻ്റെ ഉള്ളിലെ പ്രണയം പുറത്തു വരാൻ തുടങ്ങി. വേദ ആൽത്തറക്ക് വലം വെക്കുമ്പോൾ വിക്രം അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അരികിലെത്തിയപ്പോൾ വിക്രം ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ നേർച്ച എഴുത്തുന്നത്? എനിക്ക് വേണ്ടിയായിരുന്നോ? നാം പാതി ദൈവം പാതി എന്നല്ലേ, എല്ലാം നല്ലതിനു വേണ്ടിയാണ്, വേദ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. വിക്രം അല്പം ഗൗരവത്തോടെ പറഞ്ഞു, ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അച്ഛനും അമ്മയും തൊഴുതു നിൽക്കുന്നത് കണ്ടു. എനിക്കും അതുപോലെ ആവാൻ ആഗ്രഹമുണ്ട്. നിന്നോട് എനിക്കിപ്പോൾ വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട് വേദേ. നീ എൻ്റെ ആരെല്ലാമോ ആണെന്നൊരു തോന്നൽ എനിക്കുണ്ട്. വിക്രമിൻ്റെ ആ ഒരു തുറന്നു പറച്ചിൽ കേട്ട് വേദയ്ക്ക് വലിയ സന്തോഷമായി. മതി, ഇത്രയും കേട്ടാൽ മതി, ബാക്കി ഞാൻ ഊഹിച്ചോളാം, അവൾ നാണത്തോടെ പറഞ്ഞു. പരസ്പരം ഇഷ്ടം തുറന്നു പറയാതെ തന്നെ ആ യാത്രയിൽ അവരുടെ മനസ്സുകൾ ഒന്നാവുകയായിരുന്നു. ബൈക്കിൽ തിരികെ പോകുമ്പോൾ കണ്ണാടിയിലൂടെ വിക്രം അവളെ നോക്കിയതും വേദ അത് കണ്ട് പുഞ്ചിരിക്കുന്നതും അവരുടെ പ്രണയത്തിൻ്റെ ആഴം വ്യക്തമാക്കി. പക്ഷേ അവരുടെ ഈ ഒരു സന്തോഷത്തിന് മേൽ കരിനിഴൽ വീഴ്ത്താൻ MLA വാസവനും മകൻ വരുണും തന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. വിക്രമിനോടുള്ള പക തീർക്കാൻ വേണ്ടി വേദയുടെ അനിയത്തിയായ ദീപ്തിയെ വരുൺ പ്രേമിച്ച് വശത്താക്കുകയായിരുന്നു. ഇത് വേദ യാദൃശ്ചികമായി ബീച്ചിൽ വെച്ച് കാണാനിടയായി. തൻ്റെ അനിയത്തി കൊടും ചതിയിലാണ് പെട്ടിരിക്കുന്നതെന്ന് വേദ തിരിച്ചറിഞ്ഞു. വരുൺ എന്ന ചതിയൻ പണ്ട് വിക്രമിനാൽ തല്ല് കിട്ടി ആശുപത്രിയിലായിരുന്നവനാണെന്നും ഇത് അവൻ്റെ പ്രതികാരമാണെന്നും വേദയ്ക്ക് മനസ്സിലായി. വേദ ദീപ്തിയുടെ അടുത്തേക്ക് ഓടിയെത്തി കാര്യങ്ങൾ പറഞ്ഞു. മോളെ, അവൻ നല്ലവനല്ല. വിക്രമിനോടുള്ള പക തീർക്കാൻ വേണ്ടി നിന്നെ ഉപയോഗിക്കാനാണ് അവരുടെ പ്ലാന്. ആ ബന്ധം നമുക്ക് വേണ്ട മോളെ, വേദ കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ പ്രണയത്തിൽ കണ്ണു നട്ട ദീപ്തി ചേച്ചിയുടെ വാക്കൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ചേച്ചിക്ക് അസൂയാണ്. വരുൺ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിക്രം ചേട്ടനെ പോലെ ഒരു തെമ്മാടിയൊന്നുമല്ല വരുൺ. ആരെതിർത്താലും ഞാൻ വരുണിനെ മാത്രമേ വിവാഹം കഴിക്കൂ. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകും, ദീപ്തി തറപ്പിച്ചു പറഞ്ഞു. സ്വന്തം അനിയത്തി നാശത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ കണ്ട് വേദ ആകെ തകർന്നുപോയി. ദീപ്തി അപ്പോൾ തന്നെ വരുണിനെ വിളിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വരുൺ അന്നേരം തൻ്റെ അച്ഛനായ വാസവനോട് ജയഭേരി മുഴക്കി. അച്ഛാ, വിക്രമിനെ തകർക്കാൻ ഇതിലും വലിയൊരു അവസരമില്ല. അവൻ്റെ കുടുംബത്തെ ഞാൻ തന്നെ ഇല്ലാതാക്കും. വരുൺ ക്രൂരമായി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അപകടം മണത്തറിഞ്ഞ വേദ സത്യങ്ങളെല്ലാം തന്നെ വിക്രമിനോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. എന്നാൽ വരുണിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിക്രമിനെ ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് വാസവനും വരുണും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഇതെല്ലാം എന്നുള്ള കാര്യം വിക്രം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, വിക്രം ഇനി എങ്ങനെയായിരിക്കും അവരോടൊക്കെ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇനി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.